കവിഞ്ഞ് എനിക്കൊരു അഭിപ്രായം. മോളി വിവാഹത്തിന് സമ്മതിക്കണം. രാഘവൻ നല്ലവനാ. നിന്നെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്കൊരു സമാധാനവുമില്ല. അതുകൊണ്ട് ഉടനെ വിവാഹത്തിന് ഏർപ്പാട് ചെയ്യാം. എനിക്ക് ഓണത്തിന് വീട്ടിൽ പോകണം. എനിക്കും പോകണം. നിങ്ങൾ എല്ലാവരും കൂടെ പോയാൽ പിന്നെ ഇവിടെ ആരുണ്ട്? നേരാ, നല്ല കണക്ഷൻ കിട്ടുന്ന സമയമാണ്. അപ്പൊ ഇത് പൂട്ടിവിടുന്നത് മഹാഭാവമാണ്. പൂട്ടിയിട്ട് ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല. ഭാസ്കര, എനിക്കും എന്റെ മോളെ പോയി ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. ഈ തൊഴിൽ നടത്തുന്ന നിങ്ങൾ അവിടെ കയറരുതെന്നല്ലേ രാഘവൻ പറഞ്ഞിരിക്കുന്നത്? നമുക്കിനി ഇതങ്ങ് നിർത്താം ഭാസ്കര. അത് കൊള്ളാം. നിങ്ങൾ മകളെ കെട്ടിച്ചയച്ചു, കടങ്ങളെല്ലാം വീട്ടി, ഇനി നിർത്താമെന്ന്. അപ്പൊ ഞാനീ പെമ്പിളേൻ എങ്ങോട്ട് പോകും? നേരാ കമലാക്ഷൻ, ഏതായാലും നനച്ചിറങ്ങി. ഇനി കുളിച്ചു കയറാം. എങ്ങും പോകണ്ട. ഇനി ഇവിടെ നിന്ന് പോകുന്നത് ചുടുകാട്ടിലേക്ക്. പിടിക്കല്ലേ അനങ്ങി പോരുത്. ഞാനൊരു ബാല്യനാണ്. ഒരു 3-4-5 ആഫീസുണ്ട്. എന്നെ അവമാനിക്കരുത്. നീ എന്തിനിവിടെ വന്നു? ഇച്ചിരി ചുണ്ണാമ്പ് മേടിക്കാൻ വന്നതാണ്. ശബ്ദിക്കരുത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ. ഇദ്ദേഹത്തെ വിടണം. സ്ഥലമറിയാതെ ആദ്യമായി ഒന്ന് കയറിയതാണ്. യമനെ, ആ തള്ള കടന്നു കളഞ്ഞു. അവളെ കിട്ടിയില്ല. എന്താ ഇങ്ങോട്ട് വന്നത്? അമ്മ ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ. നിർത്ത്. ആപത്ത് എന്താണെന്ന് ഞാൻ കേട്ടു. എന്നോട് ക്ഷമിക്ക് രാഘവ. എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. ഇവിടെ താമസിക്കാൻ പറ്റില്ല. നീ മിണ്ടി പോരുത്. ഞാൻ പൊയ്ക്കോളാം മോളെ. നിൽക്കോമ്മേ. ചേട്ടാ, ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. അമ്മയ്ക്ക് വേറെ ആരുമില്ല. അമ്മ കൂടി ഇവിടെ നിൽക്കട്ടെ. ഇവിടെ താമസിക്കണം. ഞാൻ 4 ആണുങ്ങൾ കൂടെ ജോലിയിൽ ജീവിക്കുന്നവനാണ്. എനിക്ക് അവരുടെ മുൻപിൽ തലകുനിക്കാനാവില്ല. ചേട്ടാ, ഇവരുടെ പെറ്റമ്മയാണ്. ഏതമ്മയാലും ശരി, ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ കണ്ടുപോകരുത്. ഞാൻ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞത് കൊണ്ടാ ഇൻസ്പെക്ടർ അമ്മ നമ്മയൊക്കെ വിട്ടയച്ചത്. ജാമ്യത്തിൽ ഇറക്കാൻ ഒരു എരപ്പാളി പോലും വന്നില്ലല്ലോ. ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല. ഞാനും ഇല്ല. സരോജിനിയോ? ഞാൻ ചേട്ടൻ പറയുന്നത് പോലെ ചെയ്യും. നീ എങ്ങും പോകണ്ട. ഞാൻ ആ കിഴവിയെ കണ്ട് പണത്തിന്റെ കാര്യം ചോദിച്ചു വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാം. എന്താ? എന്നാൽ വാ, നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. അമ്മേ, എന്താ മോളെ? വരൂ, കഞ്ഞി കുടിക്കാം. വേണ്ട മോളെ, എനിക്ക് നീ കഞ്ഞി തന്നെന്ന് രാഘവൻ അറിഞ്ഞാൽ ചിലപ്പോ അവൻ നിന്നെ ഇറക്കി വിടും. പെറ്റതള്ളയ്ക്ക് കഞ്ഞി കൊടുത്തുകൊണ്ട് എന്നെ ഇറക്കി വിടുന്നെങ്കിൽ വിടട്ടെ. അമ്മ വരൂ. കമലാക്ഷമ്മ നല്ല പുള്ളിയാണല്ലോ. എന്താ? ഞങ്ങളൊക്കെ പോലീസുകാരോട് പോയ തക്കത്തിന് ഉള്ള കാശ് പിടിച്ചോണ്ട് പോകുന്നുവല്ലേ? കാശോ? എന്റെ മോള് സത്യമായിട്ട് ഞാൻ അവിടെ നിന്നും കൊണ്ടുവന്നിട്ടില്ല. വല്ലോരും എടുത്തോണ്ട് പോയി കാണും. വേല കയ്യിലിരിക്കട്ടെ. അമ്മ കാശ് കൊണ്ടുവന്നെങ്കിൽ ഞാൻ അറിയാതിരിക്കോ? മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നതാ നല്ലത്. ഓ, പോയില്ലല്ലേ? ഞാൻ പോണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ അമ്മ നിന്നത്. നീ എന്തിനാ ഇവിടെ വന്നത്? നീ ഇപ്പൊ സ്വർഗത്തിൽ നൂലിറങ്ങിയൊന്നു പോലെയാണല്ലോ ചോദിക്കുന്നത്. എന്തിനാ വന്നെന്നാ ചോദിച്ചത്? എനിക്ക് ഇവരുമായി ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. പുതിയതായി ബിസിനസ് ഇവിടെ തുടങ്ങിക്കളയുമെന്നായിരിക്കും. ഇറങ്ങടാവളിയിൽ. ഞാൻ ഇറങ്ങണമെങ്കിൽ നിന്റെ അമ്മായിമ നിന്റെ കയ്യിൽ കൊണ്ടുതന്ന പണം ഇങ്ങ് തരണം. ഇവിടെ ഒരു പട്ടിയും പണം കൊണ്ട് തന്നിട്ടില്ല. പണം കിട്ടാതെ ഞാൻ പോവില്ലടാ. പോവില്ലേ? ഇല്ല. എന്നോ പിടിച്ചോളാം. ഇരുമ്പ് പിടിക്കുന്ന കൈകളാണ്. ഇനി മേലാൽ നിന്നെ കാമ്പൗണ്ടിൽ കണ്ടുപോയാൽ നിന്റെ എല്ല് ഞാൻ ബാക്കി വെക്കില്ല. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അത് കിടക്കില്ല. നീയും നിന്റെ ആൾക്കാരുമായി ഇഷ്ടം പോലെ ജീവിച്ചു. ഏതായാലും എന്റെ കുഞ്ഞി ചെളിയിൽ വളരണ്ട. എന്റെ കുഞ്ഞിനെ തൊട്ടുപോകരുത്. ഞാനും നീയും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല.
മാറി നിൽക്കൂ. മുതലാളി എന്താ ഇങ്ങോട്ട്? ഞാൻ എന്തിനാ വരുന്നതെന്ന് കമലാക്ഷിമ കരഞ്ഞൂടെ? മുതലാളി ദയവായി പുറത്തു പോകും. പോകാനോ? എന്റെ പണം ഈടാക്കാൻ വേണ്ടിയാ ഞാൻ മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സാവിത്രിയെ ഇന്ന് മുതലാളിയോട് അയച്ചേ പറ്റും. നീ അലറണ്ട. ചോദിക്കുന്ന പണം തരാമെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ പോകാനല്ലേ ഞാൻ വന്നത്. മുതലാളി ഇവളെ കാറിൽ കയറ്റി തരുന്ന കാര്യം ഞാൻ എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ചങ്കുറപ്പൊന്നും കണ്ടോടാ. അതിന് ചങ്കുറപ്പൊന്നും വേണ്ടേ. പട്ടി കഴിവാനാ പോലെ ഇവിടെ കയറിയതിനെ കൊന്നുകളയും. കൊന്നുകളയാൻ രാഘവ, ഞാൻ നിന്റെ സഹോദരിയാ. പക്ഷേ നീ മറ്റൊന്നും വിചാരിക്കരുത്. ഈ കുഞ്ഞിനെ എന്നെ കൊണ്ട് വളർത്താൻ സാധ്യമല്ല. എന്തു വന്നാലും എന്റെ കുഞ്ഞിനെ ഇനി അവളെ കൊടുക്കില്ല. നീ വാശി പിടിച്ചിട്ട് കാര്യമില്ല. മുലകുടി മാറാത്ത കുഞ്ഞാണ്. അതിന്റെ തള്ളയെ ഏൽപ്പിച്ചില്ലെങ്കിൽ അത് കരഞ്ഞു കരഞ്ഞ് ചത്തുപോകും. നീ ഒന്നും പറയണ്ട. വേഗം ഈ കുഞ്ഞിനെ കൊണ്ട് അതിന്റെ തള്ളയുടെ കൈ കൊടുത്തേക്കും. വഞ്ചകി, ഞാൻ ഇറങ്ങിയിട്ട് 2 ദിവസം കഴിയുന്നതിന് മുൻപ് നീ നിന്റെ തൊഴിൽ ആരംഭിച്ചു അല്ലേ? ഇനി ഒരിക്കലും ഈ കുഞ്ഞിനെ നിന്റെ കയ്യിൽ തരില്ലടി. ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ വളർത്തും. സാവിത്രി, നീ എന്താ വല്ല നിൽക്കുന്നത്? ഒന്നുമില്ല. എനിക്കിന്ന് ചുറ്റു വേറെ ലൈനില്ല. വരൂ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പണ്ട് ആരാണ്ടോ പറഞ്ഞതുപോലെ ആയല്ലോ സാറിന്റെ ഗതി. അത്ര വലിയ മാളിയെ കഴിഞ്ഞ സാർ എങ്ങനെയായി കൊച്ചു വീട്ടിൽ കഴിയുന്നത്? കഴിയേണ്ടി വന്നാൽ കഴിയാതെ നോക്കൂ. ശരിയാ, അടി തെറ്റിയ ആനയും വീഴും. ഇതാ എല്ലാം കൂടെ 7 രൂപയ്ക്കുണ്ട്. കത്രീനാക്ക് ഇന്ന് എന്നെ പോണല്ലേ? അതെ സാഹിബേ. നിന്റെ മോളെ കല്യാണത്തിന് നിനക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നിനക്കൊരാവശ്യം വന്നപ്പോ ഞാനില്ലായ്മക്കാരനായിപ്പോയി. എനിക്കൊന്നും വേണ്ട സാഹിബേ. 10-20 വർഷക്കാലം ഈ കുടുംബത്തിൽ രംഗത്തെ പോലെ നീ കഴിഞ്ഞു. സ്വന്തം മകളെ പോലെ എന്റെ മകളെ നീ വളർത്തി. എന്ത് മറന്നാലും അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ ചുറ്റുപാടുകൾ ഞാനും മറന്നുകൂടല്ലോ. എല്ലാം ഞാനായിട്ട് നശിപ്പിച്ചതാണ്. ഒരു മകൾ വളർന്നതിന്റെ കാര്യം പോലും ഞാൻ മറന്നു. ബാലിനെ പറ്റിയും എനിക്ക് ചില കണക്കൂട്ടുകൾ ഉണ്ടായിരുന്നു. അതും തെറ്റിയ. ഇനി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫലം. It is too late. ഡെയ്സി, എന്താ ഡാഡി? മോളെ, ആ മാലിങ്ങി തരൂ. ഇതാ കത്രീന. ഇല്ല സാഹിബേ, ഞാനിത് വാങ്ങില്ല. ഡെയ്സിയും എന്റെ മോളും എനിക്കൊരുപോലെയാണ്. കത്രീന, നിന്റെ മകൾക്ക് ഞാൻ തരുന്നൊരു സമ്മാനമാണിത്.
ഇത് വാങ്ങൂ കത്രീന, ഇത് വാങ്ങൂ. ഇതാ ഞാൻ പോകുന്നു മോളെ. കത്രീന, നീ ഇനി വരണ്ട. സായിപ്പേ, നിനക്ക് ശമ്പളം തരാൻ എനിക്ക് കഴിവില്ല. വയ്ക്കോ വയ്ക്കോ. ഡാഡി, മോളെ, 1000 ബോഗികൾ ഒന്നിച്ചു ഭരിക്കുന്നു ഒരിഞ്ചിനേക്കാൾ ശക്തിയുള്ളവനായിരുന്നു ഞാൻ. ഇന്നെന്റെ എല്ലാ നിയന്ത്രണങ്ങളും പോയി. പാളം തെറ്റുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു. ചായ ബക്കം ബക്കം കുടിക്കും, കാശ് ബക്കം ബക്കം എടുക്കും, വണ്ടി വിടാറായി. ഹര ഹരോ ഹര, ഹര ഹരോ ഹര. മുരുഹാ, മുരുഹാലയ, പഴനിമല ആണ്ടവാ, ദർശനத்துக்கு போறேன், നേർച്ച കൊടുക്കോ. ഹര ഹരോ ഹര, ഹര ഹരോ ഹര. പഴനിമല കോവിലിലെ പാൽ കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലി കാവടി. കണ്ടനക്ക് ഹരോഹര, വേലനക്ക് ഹരോഹര. കണ്ടൻ എന്താ നേർച്ച വാങ്ങിക്കാതെ ബലിഞ്ഞു കളഞ്ഞത്? മമ്മൂക്ക് എന്തിനാ ഞങ്ങളുടെ വയറ്റത്തടിക്കുന്നത്? ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോണ്ട് പോട്ടെ. ഇക്കുറി പഴനിക്ക് പോകാനാ ഭാവം. അത് കളക്ഷനെ ആശ്രയിച്ചിരിക്കും. ഞാൻ കരിയപ്പല്ലേ, നിന്റെ ബായിൽ തുളച്ചാണോ കയറ്റിയിരിക്കുന്നത് ശൂലം? പിന്നെ അങ്ങ് സന്നിധാനത്തിൽ കൊണ്ടല്ലയോ കയറ്റിയത്? അത് ശരി. അയ്യോ തൊട്ടോടാ വ്രതവാ. പൊളിക്കടാ ബായ്, പൊളിക്കടാ, പൊളിക്ക. അല്ലോ, ഇതിന്റെ അറ്റം കൂർത്താണല്ലിരിക്കുന്നത്. കരിയപ്പല, ഇത് ഞമ്മള് നിന്റെ സന്നിധാനത്തിൽ കേട്ടിട്ടാ. ഓട്ടിച്ചതിന് പോലീസുകാർ തലമുട്ടയടിച്ച്. അപ്പൊ പിന്നെ പുതിയൊരു വേഷം. ഒട്ടത്തലയും കൊണ്ട് ജീവിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല മമ്മൂക്ക.